എണീറ്റ് ഉടനെ കുടിക്കാനുള്ള വെള്ളം എടുത്ത് അടപ്പ് വെച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ട് മുറ്റത്തോട്ടിറങ്ങി. എൻ്റെ പോരാളി താണ്ട് അവിടെ ഞങ്ങളുടെ ഹൈവേ വൃത്തിയാക്കുന്നു. അത് കഴിഞ്ഞ് ആകാശത്തോട്ട് നോക്കി വിമാനം കണക്കുമായി. അപ്പോഴത്തേക്ക് നഹിമോള് ചാടി ഇറങ്ങി വന്നു. നേരെ വന്ന് ഇൻസ്പെക്ഷനാണ്. എങ്ങനെയാണ് തൂക്കുന്നതെന്നൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മയുടെ ജോലി അതോടുകൂടി അവസാനിച്ചു. ജോലി നിർത്തിച്ചിട്ട് അവൾ അമ്മയകത്ത് കയറ്റി. പിന്നെന്താ, ദോശ എടുത്തു, ചമ്മന്തി എടുത്തു, തീറ്റി തുടങ്ങി. ആക്രാന്തം കൊണ്ടാണോ എന്തോ എൻ്റെ കണ്ണിലെല്ലാം പോയി. എന്തൊരരി! കണ്ണിലരിയും കയറി കണ്ണും ചിമ്മിക്കൊണ്ടിരുന്ന എന്നോട് പറഞ്ഞ് തുണിയെല്ലാം വാരി വയ്ക്കാം. തുണിയെല്ലാം വാരി വെച്ച് കഴിഞ്ഞിട്ട് നൈഹോടൊപ്പം എന്തോ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുക. എന്താ ഒരു ചെറിയൊരു കട്ടിൽ പണിയാനുള്ള പ്ലാനാണ്. അപ്പം എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ നൈഹമോളും കൂടെ തുറന്ന് നോക്കുക. ഒരു ബ്രഷ്, പെയിൻറ്റ്, പിന്നെന്തോ ഈ കട്ട എന്തോത്തിനാണോ എന്തോ തിന്നർ. പിന്നെ താണ്ടെ പൂത്തിരി കത്തുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നൈഹോടൊപ്പം മോളോട് പറഞ്ഞ് മോളെ അകത്ത് കയറിപ്പോൾ എന്നെ വിളിച്ചോ മോളേന്ന്. പക്ഷേ അതിന് മുമ്പ് വേറൊരു അക്ഷരം കൂടെ ഉണ്ടായിരുന്നു. അകത്ത് കയറിപ്പോകാൻ പറഞ്ഞ ദേഷ്യത്തിൽ എൻ്റെ പൊന്നുമോള് അവിടെ പപ്പ ഒരിച്ചിരി ചോറ് പോലും തിന്നാൻ സമ്മതിച്ചു. എങ്കിലും ഇടയ്ക്ക് ഞാൻ നഹിമോളും കൂടെ പോയി ഒളിഞ്ഞു നോക്കുമായിരുന്നേ. പിന്നെ 4 മണിക്ക് ചായയായി. ചായ കൂടി കഴിഞ്ഞ് ഇനിയും കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സഹായിക്കണേ. അപ്പം പണി ഇത്രയായേ.